أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരായി ജീവിച്ചു മുമ്പോട്ട് പോകാൻ ആദ്യം എന്നെയും പിന്നെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്. ഇനിയുള്ള 3-4 ദിവസങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഒരു വർഷത്തെ യാത്രയാക്കാൻ തൊട്ടു മുമ്പിൽ ഒരു വർഷത്തെ സ്വീകരിക്കുവാനുമുള്ള പല കാട്ടിക്കൂട്ടലുകളെയും കടന്നു പോകുന്ന ദിവസങ്ങളാണ്. ആർക്കും അറിയില്ല എങ്ങനെയാണ് ഇതിന് യാത്ര അയക്കേണ്ടതെന്ന്, എന്തിനാണ് ഈ പുതിയ വർഷത്തെ സ്വീകരിക്കാൻ ഇങ്ങനെയൊക്കെ മനുഷ്യൻ എടങ്ങേറാകുന്നത്. അത്തരമൊരു സന്ദർഭത്തിൽ നിന്നുകൊണ്ട് ഒരു ന്യൂ ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച എന്ന നിലയിൽ ചില സംഗതികളൊക്കെ നമ്മൾ മനസ്സിൽ വെക്കുന്നത് നന്നാവും. മനുഷ്യന് അല്ലാഹു നൽകുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന വിലപിടിപ്പുള്ള സാധനം ടൈം, സമയമാണ്. എല്ലാവർക്കും ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണുള്ളത്. ആ 24 മണിക്കൂർ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനനുസരിച്ചാണ് അയാൾ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തിരക്കാണ്, സമയമില്ല എന്ന് പറയുന്ന പലരും ഒന്നും ചെയ്യാത്തവരാണ്. അവർക്ക് സമയമില്ലാഞ്ഞിട്ടില്ല, ടൈം മാനേജ്മെന്റ് എന്തെന്ന് അവർക്ക് അറിയില്ല എന്നതാണ് പ്രശ്നം. നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ഇതാ ആശൽ ഫത്താ 60 ആമൻ ഫനിസ്ഫുൽ ഉംരി യംഹഖുൽ ലയാലി എന്ന് തുടങ്ങുന്ന ഒരു കവിതയിൽ ഒരു അറബിക്കവി മനോഹരമായി പറഞ്ഞിടുന്നുണ്ട്. സ്വാഭാവികമായും ഒരു മനുഷ്യൻ 60 വയസ്സ് ജീവിച്ചാൽ അയാളുടെ 30 വർഷം രാത്രി കവർന്നെടുത്തു പോവുകയാണ്. പിന്നെ അതിനെങ്ങനെ കാറ്റിക്കുറുക്കി നോക്കിയാൽ വളരെ കുറച്ച് സമയം മാത്രമേ ഇവൻ ഉപയോഗപ്പെടുത്താനായുള്ളൂ. ഉപയോഗപ്പെടുത്താനായി കിട്ടുന്ന സമയത്തെ എങ്ങനെ നാം വിനിയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ ഇഹപര വിജയം നിലകൊള്ളുന്നത് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മുമ്പിൽ സമയം ചിലവഴിക്കുന്നിടത്ത് 2 ശത്രുക്കളുണ്ട്. ഒന്ന് പിശാചാണ്, രണ്ടാമത്തത് ദുനിയാവാണ്. ഇത് രണ്ടിനെയും ശ്രദ്ധിക്കാതെ പോകുന്നു എന്നതാണ് പ്രശ്നം. ദുനിയാവ് എന്ന് പറയുന്ന ഒരു മാസ്മരിക വലയത്തിനകത്ത് വഞ്ചിക്കപ്പെടുന്ന ഒരു ചരക്ക് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ അതിനും നിസ്സാരമായൊരു സംഗതികൾക്ക് മുമ്പിൽ പിശാചി നമ്മളെ കൊണ്ടുപോയി കെട്ടിയിടുന്നൊരവസ്ഥയുണ്ടാവുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്നതിൽ നിങ്ങൾ അശ്രദ്ധരാക്കി കളയരുത്. ഈ 2 കാര്യങ്ങൾ
ദുനിയാവിൽ നമുക്ക് അള്ളാഹു നൽകുന്ന സമ്പത്തും സന്താനങ്ങളും ഇവർക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലും അധ്വാനത്തിലും പെടാപ്പാടിനിടയിൽ നമ്മൾ മുസ്ലിമീങ്ങളാണെന്നും മുസ്ലിമീങ്ങളുടെ വിശ്വാസം ഇന്നതാണെന്നും മുസ്ലിമീങ്ങൾ ഒരു പരലോകത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നും നമ്മൾ നിർബന്ധമായും അതിൽ അടിയുറച്ച് വിശ്വസിക്കേണ്ടവരാണെന്നും വിശ്വസിച്ചാൽ മാത്രം പോരാ, അതിനു വേണ്ടി പണിയെടുക്കേണ്ടവരാണെന്നും മറന്നുപോകുന്നു. അങ്ങനെ നഷ്ടകാരികളായി മരിച്ചിടുന്നു. ഞാൻ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ സൂക്തം മനഃപ്പാടമുള്ളതാണ് എല്ലാവർക്കും. കാലം തന്നെയാണ് സത്യം. മനുഷ്യൻ എല്ലാം നഷ്ടത്തിലാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഹഖ് കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുകയും ക്ഷമിക്കണം എന്ന് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുകയും ചെയ്യുന്ന ആളുകളൊഴിച്ച് ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊരു ഭാഗമായി മാറിയാൽ മാത്രമേ നമുക്ക് അള്ളാഹു നൽകിയ സമയം വിനിയോഗിക്കുന്നിടത്ത് നഷ്ടത്തിലായി നരകത്തിൽ പോവാതിരിക്കാൻ കഴിയൂ എന്ന് അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വെറുതെ ഇരിക്കുന്നത് അള്ളാഹുവിന്റെ മതം ഇഷ്ടപ്പെടുന്നില്ല. ഒരു പണിയുമില്ലാതെ ഇരിക്കുന്നത്, ചെറുപ്പക്കാരൊക്കെയാണ് കൃത്യമായി ആദ്യം പഠിക്കേണ്ടത്. ഒരു ശകലമില്ലാതെ വെറുതെ ഈ മൊബൈലിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ അനാവശ്യമായ ഇടനാഴികയിലൂടെ ജീവിതം തുലക്കുന്ന ആളുകളുണ്ട്. എന്താ ജോലി? ഒരു ജോലിയുമില്ല. ആരാണ് ഇവർക്ക് വേണ്ടി പിന്നെ ജോലി ചെയ്യുന്നത്? അവരുടെ ഒരു 35-30-32 വയസ്സുള്ള ആളുകൾക്ക് വേണ്ടി 65-70 വയസ്സുള്ള പിതാക്കന്മാർ ഇപ്പോഴും അധ്വാനിക്കുന്നു. അത് ഇന്നിന്റെ ഒരു വല്ലാത്തൊരു നഷ്ടമാണ്, പറയാൻ പറ്റാത്തൊരു സ്വഭാവമാണ്. അള്ളാഹുവിന്റെ കിതാബിൽ എന്ന ആയത്ത് ദുന്യവിയായ കാര്യങ്ങൾക്കും ഉഖ്റവിയായ കാര്യങ്ങൾക്കും ഒരുപോലെ ഫിറ്റാണെന്നാണ് മുഫസ്സിറുകൾ എഴുതി വെച്ചത്. ഫൈദാ ഫറഗ്ത ഫൻസബ്, ഒന്നിൽ നിന്ന് നിങ്ങൾ എപ്പോ ഒഴിവാകുന്നുവോ അപ്പം മറ്റൊന്ന് ഏറ്റെടുക്കണം. ഒന്നിൽ നിന്ന് നിങ്ങൾ വിരമിക്കുന്ന അതേ അവസ്ഥയിൽ നിങ്ങൾ മറ്റൊരു പദ്ധതിയുമായി മുമ്പോട്ട് പോകണം. ഒരു സംഗതികളിൽ നിങ്ങൾക്ക് എപ്പോ ഒഴിവാകാൻ സാധിക്കുന്നുവോ ഇനി കുറെ കാലം റെസ്റ്റ് എടുക്കണം എന്നല്ല. അവിടെയൊക്കെയും നിങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ നീങ്ങി പോകുമ്പോ അള്ളാഹുവിലുള്ള പ്രതീക്ഷയും പടച്ചതമ്പുരാന്റെ കൂലിയുമാണ് ആഗ്രഹിക്കേണ്ടത്. ആ ഒരു വിചാരം സമയം ചെലവഴിക്കുന്നിടത്തൊക്കെ ഉണ്ടാവണം. ഞാൻ ഈ സമയം ചെലവഴിക്കുന്നത്, ഞാൻ ഈ സദസ്സിൽ വന്നിരിക്കുന്നത്, ഞാൻ ഈ കൂട്ടുകാരോടൊപ്പം ഈ സമയം ചെലവഴിക്കുന്നത്, ഞാൻ ഈ ജോലിയടിച്ച് നടക്കുന്നത്, എന്റെ ഉല്ലാസ ജീവിതങ്ങൾ എനിക്ക് പാരത്രികമായ ജീവിതത്തിൽ എന്ത് ഗുണമാണ് ചെയ്യുക എന്നാലോചിക്കണം. ആഹ്ലാദങ്ങളും ആരവങ്ങളുമായി ജീവിതം നശിപ്പിച്ചു കളയുന്ന ആളുകൾ, ഇനിയിപ്പോ ഇന്നൊരുങ്ങിയ ആളുകൾ ഇനിയുള്ള നാളുകളിൽ 2-3 ദിവസത്തിന്റെ കലാശപ്പൊട്ടിന് വേണ്ടി ഈ ഓരോ പദ്ധതികളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് മറ്റൊരു പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോ ഒറ്റ കാര്യമാണ് ഓർമ്മ വേണ്ടത്. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ, ആഖിറമാണ് ഏറ്റവും നല്ലതും അബക്കയായിട്ടുള്ളതും ഒന്ന്. ബാക്കിയുള്ളതൊക്കെ നശിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. ഒരു ബുദ്ധിമാനായ മനുഷ്യൻ തീരുമാനിക്കേണ്ടത് നശ്വരമായൊരു കാര്യത്തിന് വേണ്ടി പെടാപാടുപെടലല്ല, ശാശ്വതമായൊരു സുഖത്തിന് വേണ്ടിയും ശാശ്വതമായി നിൽക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും അധ്വാനിക്കുക എന്നതാണ്. അതാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാതെ പോയാൽ ചെയ്യാൻ കുറെ മാർഗങ്ങളൊക്കെയുണ്ട്. സമയം എന്ന് പറയുന്ന സാധനം മരണവുമായി ഒട്ടി നിൽക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ സമയം തീർന്നു പോയാൽ അള്ളാഹു നമുക്ക് പ്രവർത്തിക്കാൻ അനുവദിച്ചു തന്ന സമയം എവിടെ തീരുന്നുവോ അതാണ് നമ്മുടെ അജൽ. അത് മരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മരിക്കുമെന്ന് ഉറപ്പില്ലാത്ത ആരാണുള്ളത്? അതോടുകൂടി തീർന്നു പോകുന്നു. പരലോകത്തിന് വേണ്ടി പണിയെടുക്കാനുള്ള അവസരങ്ങളും സമയം ഓരോ സെക്കൻഡും മിനിറ്റും മണിക്കൂറും ദിവസവും മാസവുമൊക്കെ. നമ്മൾ ഒരുപക്ഷെ വിചാരിക്കും ഞാൻ ചെറുപ്പമാണ് എന്ന്, എനിക്കതിന് മാത്രം വയസ്സായിട്ടില്ല എന്ന്, എന്റെ ഉപ്പ മരിച്ചത് ഇനി കുറെ പ്രായമായതിന് ശേഷമാണ് എന്ന്. അതൊന്നും ന്യായമായി കണക്കൂട്ടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കിതാബ് പറഞ്ഞു, അൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ൽ അൻ യഅതി അഹദകുമുൽ മൗത്, മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്, മരണം മുമ്പിലെത്തുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിച്ചോളൂ. വഅൻഫിഖൂ മിമ്മാ റസഖനാകും, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് എന്ന് അവിടെ പറഞ്ഞു നിർത്തിയിട്ടില്ല. അൻഫിഖൂ എന്ന് കേൾക്കുമ്പോ സമ്പത്തുള്ള ആളുകൾ ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കുന്നത് ശരിയല്ല.
നിങ്ങൾക്ക് അല്ലാഹു നൽകിയ, മുമ്പൊരു ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ച പോലെ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ, എന്തൊക്കെ ജാഹുകളുണ്ടോ, അവയിൽ നിന്നൊക്കെ നിങ്ങൾ ചെലവഴിക്കണം. ആരോഗ്യമാണെങ്കിൽ ആരോഗ്യത്തിൽ നിന്ന്, ഇൽമാണെങ്കിൽ ഇൽമിൽ നിന്ന്, സമ്പത്താണെങ്കിൽ സമ്പത്തിൽ നിന്ന്, ധൈര്യമാണെങ്കിൽ അതിൽ നിന്ന്, നേതൃപാഠവുമാണെങ്കിൽ അതിൽ നിന്ന്, നേതൃത്വമാണെങ്കിൽ അതിൽ നിന്ന്, അങ്ങനെ അങ്ങനെ കടന്നു പോകുന്ന ഒരുപാട് സംഗതികളിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചോളൂ, നിങ്ങൾക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പ്. ഇനി ആ മരണത്തിന്റെ സമയം വന്നെത്തിയാലോ, ഒരു നിമിഷമെങ്കിലും പടച്ച തമ്പുരാനെ എന്നെ നീ വിട്ടേച്ചു തരേണമേ, ഒന്നുകൂടി ബാക്കിയാക്കേണമേ എന്ന് നമ്മൾ പറഞ്ഞു പോകും. അപ്പൊ ഞാൻ നന്നായി സദഖ ചെയ്യുന്ന ആളായി മാറും. എന്റെ സമയം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ആളായി മാറും. അങ്ങനെ ഞാൻ സ്വാലിഹായി മാറും. നീ തന്ന സമയം ഞാൻ ചെലവഴിക്കുന്നിടത്ത് തോറ്റുപോയി എന്നെനിക്ക് ബോധ്യമുണ്ട്. ഇനിയും എനിക്ക് സമയം നീട്ടിത്തന്നാൽ ആ സമയം ഗുണപരമായി മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നല്ല ഒരു സ്വാലിഹായി ജീവിക്കുമെന്നാണ്. അയാളാണ് സ്വാലിഹായ മനുഷ്യൻ. നമ്മൾ ഈ ചില വാക്കുകൾക്ക് അർത്ഥം പിടിക്കേണ്ടതുണ്ട്. അള്ളാഹു ഒരു സെക്കൻഡ് പോലും, ഒരു നാനോ സെക്കൻഡ് പോലും നീട്ടിത്തരലും തീർത്തു പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ആയത്ത് നമ്മളോട് സൂചിപ്പിക്കുന്നത് ഈ തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ എല്ലാവരുടെ മക്കളുമുണ്ട്. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും ഈ വിഷയത്തിൽ തോറ്റുപോയവർ തന്നെയാണ്. സമയം വിനിയോഗിക്കുന്നിടത്ത് ഞാൻ വളരെ മികച്ച രൂപത്തിലാണ് എന്ന് പറയാൻ നമുക്കാർക്കും ആവില്ല. വീഴ്ചകളുണ്ടവിടെ, അതാദ്യം സമ്മതിക്കുക. എത്രയോ സമയങ്ങൾ നമ്മൾ നല്ലതിന് വേണ്ടി ഉപയോഗിക്കുന്നിടത്ത് ഉപയോഗിക്കാതെ ഇരുന്നിട്ടുണ്ട്, ശരിയാണ്. കളിത ഭാഷകൾ ഇടപെട്ട് നല്ല കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്, ഉറങ്ങി തീർത്തുപോയിട്ടുണ്ട്, ഒന്നും ചിന്തിക്കാതെയും ആലോചിക്കാതെയും ഇരുന്നു പോയിട്ടുണ്ട്. അങ്ങനെ വരരുതെന്നാണ്. അങ്ങനെ വരുമ്പോ മറ്റൊന്ന്, അതുകൊണ്ട് നമ്മൾ ആദ്യം അതിൽ നിന്ന് പശ്ചാത്തപിക്കണം. നമ്പർ 1, പശ്ചാത്തപിക്കണം. ഈ ആയത്ത് നമ്മളോട് പശ്ചാത്താപം നീട്ടിവെക്കണ്ട എന്ന് കൃത്യമായി പറയുന്നു. രണ്ടാമത്, തസ്വീഫ് എന്ന് പറയുന്ന സാധനം വേണ്ട. തസ്വീഫ് എന്നത് അറബി ഭാഷയിലെ സൗഫയിൽ നിന്നുണ്ടായതാണ്. സൗഫ ഒരു മുദാരിയായ ഫീലിന്റെ അഥവാ വർത്തമാന ക്രിയയുടെ മുമ്പിൽ സൗഫ വെച്ചാൽ ആ പ്രസന്റ് ടെൻസിന് പിന്നെ ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കും അർത്ഥം അറബിയിൽ. സൗഫ ഖുർആനിൽ നമുക്ക് കുറെ സൗഫ നിങ്ങൾ കാണാറില്ലേ? കല്ല സൗഫ തഅലമൂൻ, സുമ്മ കല്ല സൗഫ തഅലമൂൻ. അത് ഫ്യൂച്ചർ ടെൻസിൽ അർത്ഥം പറയണം. ഈ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ ഫ്യൂച്ചറിലേക്ക് മാറ്റിവെക്കുന്നതാണ് ഈ തസ്വീഫ്. മാറ്റിവെക്കുക. ഇന്ന് ചെയ്യേണ്ടതൊന്നും ഇന്ന് ചെയ്യൂല, ഇപ്പം ചെയ്യേണ്ടത് ഇപ്പം ചെയ്യൂല, എല്ലാം പിന്തിച്ചു വെക്കുന്ന ഒരവസ്ഥ. ആ പിന്തിച്ചു വെക്കുന്ന ആളുകളോട് ഈ ആയത്ത് കർശനമായ ഭാഷയിൽ സംസാരിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും രണ്ടാമത്തെ റക്അത്തിൽ ഇത് നിങ്ങളെ ഇങ്ങനെ കേൾപ്പിക്കാൻ അള്ളാഹുവിന്റെ മതം ഒരു നിയമമാക്കി വെച്ചത്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ മരണപ്പെട്ടു പോകും. പിന്നെ നമ്മൾ പറയുന്ന വാക്കെന്താ അറിയോ? കഅന്നഹും യൗമ യറൗനഹ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹ. ഈ ദുനിയാവിൽ വളരെ കുറച്ച് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് ബോധ്യം വരും. മരണത്തെക്കുറിച്ച് ആർക്കും സംശയമില്ല. മനുഷ്യ, നീ മരിക്കുമോ എന്ന കാര്യത്തിൽ സംശയിക്കുന്നില്ല. അതിന് ചോദ്യം വേണ്ട. ഞാൻ മരിക്കുമോ എന്നാരും ചോദിക്കാറില്ല. മരിക്കും. പക്ഷെ നീ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അലാ ഐ ഹാലിൻ തമൂത്. ഈ മരിക്കുന്നത് ഏത് ഹാലിലായിരിക്കുമെന്ന്. മുഅ്മിനായിട്ടാണോ, മുസ്ലിമായിട്ടാണോ, സ്വർഗാവകാശിയായിട്ടാണോ, അതോ ഇങ്ങനെ കളിച്ച് കൂത്താടി നടന്ന് ഒന്നും ആലോചിക്കാതെ ഒന്നും ചിന്തിക്കാതെ ഒരു പ്രവൃത്തിയും ചെയ്യാതെ എന്റെ മുന്തിരിച്ചാറ് പോലെയുള്ള ഈ ജീവിതം ഞാൻ ആസ്വദിച്ചു തീർക്കുമെന്ന കെട്ട ന്യായവുമായി ജീവിക്കുകയാണോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അസ്സിഹ വൽ ഫറാഗ്, രണ്ട് കാര്യങ്ങൾ, നിഅമതാനി മഅ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. അധികം ആളുകളും വഞ്ചിതരാകുന്ന, യഥാവിധി നിർവഹിക്കാത്ത, ശുക്ർ ചെയ്യാത്ത രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. ഒന്ന് ആരോഗ്യം തന്നെയാണ്. തണ്ടും തടിയുമുള്ള കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത്, യുവത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ നാളുകളാണ്. ആ കാലഘട്ടങ്ങളിൽ, ആ വർഷങ്ങളിൽ കൃത്യമായി ദീനിന് വേണ്ടി അധ്വാനിക്കാത്ത, അവനവന്റെ ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കാത്ത ആളുകൾ. വൽഫറാ, ഒഴിവ് സമയമാണ് മറ്റൊന്ന്. എത്രയോ ആളുകൾക്ക് അല്ലാഹു ഒഴിവ് സമയം നൽകിയിട്ടുണ്ട്.
തിരക്കേറിയ ജീവിതം നയിച്ച് കുട്ടികളെ പോറ്റേണ്ട എത്രയോ ആളുകളുണ്ട്. രോഗം മൂലം ഈ ഒഴിവു സമയം എന്നതൊന്നും ആസ്വദിക്കാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. ആരോഗ്യത്തോടുകൂടി കഠിനാധ്വാനം എല്ലുമുറിയെ പണി ചെയ്യേണ്ടതില്ലാതെ തന്നെ അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിയിട്ട് ഈ സുഖകരമായി ആസ്വദിക്കുന്ന എത്രയോ ആളുകളുണ്ട്. നന്ദി കാണിക്കാറില്ല എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് 5 കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. ഹയാത്ത് ഖബ്ല മൗതിക്, മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം വന്നെത്തുന്നതിന് മുമ്പ് ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം. നീ രോഗിയായി കടന്നു പോവാൻ സാധ്യതയുണ്ട്, അതിനു മുമ്പ് നിന്റെ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തണം. നിനക്ക് ജോലി തിരക്കുള്ള നാളുകൾ വന്നേക്കാം, ഇങ്ങനെയാവൂല എന്നും എല്ലുമുറിയെ പണിയെടുക്കുവാൻ രാവും പകലും കഷ്ടപ്പെടേണ്ട സാഹചര്യം വന്നാലോ അതിനു മുമ്പ് ഈ ഒഴിഞ്ഞു കിട്ടുന്ന സമയമുണ്ടല്ലോ, അത് നന്നായി ഉപയോഗപ്പെടുത്തണം. വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ നടന്നു നീങ്ങുന്നത്. അതിനു മുമ്പ് ഈ യുവത്വ കാലഘട്ടം ഉപയോഗപ്പെടുത്തണം. ഇപ്പോൾ നിന്റെ കയ്യിൽ കാശുണ്ട്, ഐശ്വര്യമുണ്ട്, പക്ഷേ മുമ്പിൽ ഒരു ദാരിദ്ര്യം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ ഫഖർ വരുന്നതിന് മുമ്പ് ഇനയെ ഉപയോഗപ്പെടുത്തണം. ഈ അവസ്ഥയാണ് മനുഷ്യൻ ചെലവഴിക്കേണ്ടത്. ഒരുപാട് ആയുസ് അല്ലാഹു നൽകിയിട്ട് എന്ത് കാര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നോക്കൂ, നിങ്ങൾ പ്രവാചകനോട് ചോദിച്ചു ഒരാൾ, ഫഅയ്യുന്നാസ് ശർറ മൻ ത്വാല ഉംറുഹു വസഅ അമലുഹു. ഒരുപാട് ആയുസ്സുണ്ടായി, എന്നിട്ട് അയാൾ വേണ്ടാത്തരം തന്നെ ചെയ്തു, തിന്മകൾ തന്നെ ചെയ്തു പോയാണ്. അപ്പോ തിരിച്ചോ, അയ്യുന്നാസി ഖൈർ മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. പ്രായമേറെ അല്ലാഹു ഈ ദുനിയാവിൽ നൽകി അനുഗ്രഹിച്ചു. ആ അനുഗ്രഹിച്ച കാലമത്രയും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഹസനാത്തുകൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചു പോയ മനുഷ്യനേക്കാൾ നല്ലവർ മറ്റാരുമില്ല. ഷഹീദായി പോയ ആളെയും ഈ ആയുസ് നീട്ടിക്കിട്ടിയിട്ട് സൽക്കർമ്മങ്ങൾ ഇങ്ങനെ അധികരിപ്പിച്ച ആളെയും കുറിച്ച് ഈ ഷഹീദിന്റെ മേലെ നിൽക്കുന്നു എന്ന ഹദീസ് നിങ്ങൾ റമളാൻ വരുമ്പോൾ കേൾക്കാറുണ്ടല്ലോ ക്ലാസ്സുകളിൽ. ഒരു റമളാനും കൂടി കിട്ടിയ ആൾ ആ ഷഹീദിനേക്കാൾ മേലെയാണെന്ന്. ഒരുപാട് റമളാനുകളിലൂടെ കടന്നു പോകാനായ ആളുകൾ, ഒരുപാട് ജുമയിലൂടെ കടന്നു പോകാനായ ആളുകൾ, ഒരുപാട് ജമാഅത്തിലൂടെ കടന്നു പോകാനായ ആളുകൾ, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയവർ, പ്രായമേറെയിട്ടും ആ സൽക്കർമ്മങ്ങൾ തുടർത്തിക്കൊണ്ടു പോകുന്ന ആളുകളാണ് ഏറ്റവും നല്ല മനുഷ്യർ എന്ന്. ആർക്കെങ്കിലും അള്ളാഹു റിസ്ഖ് വിശാലമാക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട് എന്നല്ലാതെ ആരും ഇല്ല എന്ന് ഉത്തരം പറയാത്ത ചോദ്യമാണത്. പ്രവാചകന്റെ ചോദ്യമാണത്. അയാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ആ സൽപ്പേര് നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടാവുമില്ലാതെ. എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. ലാ യറുദ്ദുൽ ഖളാ ഇല്ലാ ബിദ്ദുആ. അള്ളാഹുവിന്റെ ഖളാഇനെ ദുആ കൊണ്ടല്ലാതെ മാറ്റിമറിക്കാനാവില്ല എന്ന് പറഞ്ഞതിന്റെ ബേക്കിൽ വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർ. പുണ്യകർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നതല്ലാതെ ആയുസ് നീട്ടാൻ മറ്റൊറ്റമൂലികളൊന്നുമില്ല. നിങ്ങൾക്ക് ആയുസ് കൂടുതൽ വേണം, എന്താണോ ആഗ്രഹം, എങ്കിൽ നിങ്ങൾ ബിർ ജീവിതത്തിൽ എമ്പാടും ചെയ്യണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. അള്ളാഹു ആയുസ് നീട്ടിത്തരും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതൊക്കെ സമയം വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതികളാണ്. എത്രയോ സമയമുണ്ട്. ബിർറുകൾ ചെയ്യാൻ എമ്പാടും അവസരങ്ങളുണ്ട് നാട്ടിൽ. പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കൂല. ഞാനും എന്റെ ഭാര്യയും എന്റെ കുട്ടികളും എന്നൊരു ചെറിയ വൃത്തം വരച്ച് ആ വൃത്തത്തിനകത്ത് ചേരാട്ട പോലെ ചുളിഞ്ഞു കിടക്കുന്ന ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ കമ്മിറ്റ്മെന്റ് അങ്ങനൊന്നുമില്ല. സമൂഹത്തിലെ നമ്മളാൽ സഹായിക്കപ്പെടേണ്ട ആളുകൾ, അതെന്റെ ജോലിയല്ല. അതിനു വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? അത്തരത്തിലുള്ള കൂട്ടായ്മകളെ കുറ്റം പറഞ്ഞു മാറി നിൽക്കുന്നത്. അവർ വെളാണ്.
ജീവകാരുണ്യ പ്രവർത്തനവും മനുഷ്യപ്പറ്റുള്ള സംഗതികളും അള്ളാഹുവിന്റെ ദീനിന്റെ സൽക്കർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ദഅവത്ത് നടത്തുകയും ഒക്കെ ചെയ്യാനുണ്ടാക്കിയ വലിയ വലിയ സംരംഭങ്ങൾ ഒട്ടി നിൽക്കൂല ആളുകൾ. അത് ഒട്ടി നിന്നാൽ എന്താ? ഒട്ടി നിന്നാൽ കുറച്ച് നഷ്ടമുണ്ട്, സമയം നഷ്ടമുണ്ട്, സമ്പത്ത് നഷ്ടമുണ്ട്. ഈ സമയം ഗുണപരമായി ഉപയോഗപ്പെടുത്താനുള്ള ബെൽറ്റുകളിൽ നിന്ന് എന്തിനാണ് നമ്മൾ ഓടി ഒളിക്കുന്നത്? എന്തിനാണ് ഓടി ഒളിക്കുന്നത്? അതൊരു സാമർത്ഥ്യമായി കാണണ്ട എന്നാണ് വളരെ ഗൗരവപൂർവ്വം സൂചിപ്പിക്കാനുള്ളത്. എങ്ങനെയാണ് നമുക്ക് സമയം നന്നായി ഉപയോഗപ്പെടുത്താനാവുക? ദിക്ർ വർദ്ധിപ്പിക്കുക അള്ളാഹുവിനെ കുറിച്ചുള്ള. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ എന്ന ആയത്ത് മനസ്സിലാക്കുക. എല്ലാ സമയത്തും ചെയ്യാവുന്ന സൽക്കർമ്മമാണ് ദിക്റുല്ലാഹ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, നാവിന്റെ തുമ്പിലുള്ള ദിക്റുകളും രണ്ടും കൂടി സമന്വയിപ്പിച്ചു കൊണ്ടുപോവുക. നിന്റെ നാവ് ദിക്റിനാൽ സമ്പന്നമാക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തത് അൽ ഹസനാത്തുൽ ജാരിയ. ഒരുപാട് ജാരിയായ ഹസനാത്തുകളുണ്ട്. സദഖത്തുൽ ജാരിയ എന്ന ലിസ്റ്റിൽ നമ്മൾ പെടുത്തുന്ന അതൊക്കെ ചെയ്യാൻ ശീലിക്കുക. നമ്മൾ ഈ വൈയക്തികമായ നിർബന്ധ ആരാധനകൾ മാത്രം ചെയ്ത് അതിൻ്റെ പേരിൽ ഇങ്ങനെ വല്ലാതെ ഊറ്റം കൊള്ളുന്ന ഒരവസ്ഥ നിലവിലുണ്ട്. വൈയക്തികമായ ആരാധനകൾ കൃത്യമായി നിർബന്ധപൂർവമുള്ള അമലുകൾ കൃത്യമായി ചെയ്താൽ സ്വർഗത്തിലെത്തൂല എന്ന ചോദ്യത്തിന് എത്തും എന്ന് തന്നെയാണ് ഉത്തരം. എത്തും, അതിൽ തർക്കമൊന്നുമില്ല, സംശയവുമില്ല. പക്ഷെ സമയം നന്നായി വിനിയോഗിക്കുകയും അള്ളാഹുവിന്റെ സ്വർഗത്തിലുള്ള ഫളിൽ ഏറി അനുഭവിക്കാനുള്ള അവസരം എന്തിനു നഷ്ടപ്പെടുത്തണം? അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മോട് പറഞ്ഞു, നിങ്ങൾ 7 കാര്യങ്ങൾ യജ്രീലിൽ അബ്ദ് അജ്റുഹുന്ന വഹുവ ഫീ ഖബ്രിഹി ബഅദ മൗതിഹി. 7 കാര്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ആ 7ന്റെ പ്രതിഫലം നിങ്ങളുടെ ഖബറിലേക്കും വന്നുകൊണ്ടേയിരിക്കും. 1, മൻ അല്ലമ ഇൽമൻ, അറിവ് പകർന്നു കൊടുത്തത്. ഔ അജ്റ നഹ്റൻ, ഒരു പുഴ ഒഴുക്കിയവൻ. ഔ ഹഫറ ബിഹ്റൻ, ഒരു നാട്ടിൽ ജലക്ഷാമമുള്ളിടത്ത് ഒരു കിണർ കുഴിച്ചു കൊടുത്തത്. ഔ വറസ നഖ്ലൻ, ഒരു ഈന്തപ്പന വെച്ചു പിടിപ്പിച്ചത്, ഒരു ഫലവൃക്ഷം അല്ലെങ്കിൽ തണൽ വൃക്ഷം വെച്ചു പിടിപ്പിച്ചത്. ഔ ബന മസ്ജിദൻ, അല്ലെങ്കിൽ ഒരു അള്ളാഹുവിന്റെ ഭവനം, പള്ളി നിർമ്മിച്ചു നൽകിയത്. ഔ വറസ മുസ്ഹഫൻ, അല്ലെങ്കിൽ മുസ്ഹഫ് വഖഫായി നൽകിയത്. ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, അല്ലെങ്കിൽ മരണശേഷവും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ പോറ്റി വളർത്തിയത്, മക്കളെ ആ വിധാനത്തിൽ എത്തിച്ചത്. ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഖബറിലും അതിന്റെ ഗുണം ലഭിച്ചുകൊണ്ടിരിക്കും. അത്തരം കാര്യങ്ങൾക്ക് ഒരുപാട് സമയം വിനിയോഗിക്കേണ്ടതുണ്ട്. സമയം ഇത്തരം വിഷയങ്ങളിലേക്ക് തിരിച്ചുവിടണം എന്ന് ഞാൻ വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. മൂന്നാമത്തത് അഅ്മാലു സ്വാലിഹാത്തുകളിൽ ഇങ്ങനെ നിരന്തരം ഉണ്ടാവണം. ഇപ്പോ ചില ആൾക്കാരുടെ കൂട്ടത്തിലാവുമ്പോൾ നിസ്കരിക്കുക, മറ്റൊരു കൂട്ടത്തിൽ പോയാൽ നിസ്കരിക്കാതിരിക്കുക, ചില ഫംഗ്ഷനുകൾ പോയാൽ അന്ന് നിസ്കാരമില്ല, ചിലയിടത്തെത്തുമ്പോൾ അന്ന് വലിയ നിസ്കാരക്കാരനാണ്, റമദാൻ മാസം വരാൻ പോകുന്നു ഭയങ്കര ഇബാദത്താണ്, ശവ്വാലിന്റെ അമ്പിളി കണ്ടാൽ നിർത്തുന്നു. അങ്ങനെയല്ല. സൽക്കർമ്മങ്ങൾക്ക് ഇബാദത്തുകൾക്കൊക്കെ ഒരു തുടർച്ചയുണ്ടാവണം. ഖുദൂ മിനൽ അഅ്മാലി മാ തുതീഖൂൻ, നിങ്ങൾക്ക് ചെയ്യുന്ന അമലുകൾ നിങ്ങൾ ചെയ്താൽ മതി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഫഇന്നല്ലാഹ ലാ യമല്ലു ഹത്താ തമല്ലു, നിങ്ങൾ ഇബാദത്തുകളിൽ കിടന്ന് സൽക്കർമ്മങ്ങളിൽ കിടന്ന് വിയർത്ത് കുളിച്ച് കഷ്ടപ്പെടണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. വഇൻ അഹബ്ബൽ അഅ്മാലി ഇലല്ലാഹി മാ ദാമ വഇൻ ഖല്ല, നിർബന്ധ അമലുകളെ കുറിച്ചല്ല ഈ പറഞ്ഞത്. 5 നിസ്കാരം അത് കയ്യെങ്കിൽ നിസ്കരിച്ചാൽ മതി എന്നല്ല. അത് കഴിയാത്ത കാര്യങ്ങളും നിർബന്ധമായി അള്ളാഹുവിന്റെ മതം കൽപ്പിച്ചിട്ടുമില്ല. നിങ്ങൾ വളരെ കുറച്ചാണ് ഐച്ഛികമായി ഉള്ള ഇബാദത്തുകളും അതുപോലെയുള്ള അഅ്മാലു സ്വാലിഹാത്തുകളും ഖൈറാത്തുകളും ഒക്കെ കുറച്ചാണെങ്കിലും അത് അധ്വാനമാക്കണം. എന്നും ചെയ്യുന്ന ഒരു ശൈലി ഉണ്ടാക്കണം. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ ഈ ആവാം എന്നത് മാറ്റിവെക്കലാണ്. അതാണ് നമ്മുടെ ജീവിതത്തെ കൊന്നുകളയുന്ന ഏറ്റവും വലിയ പ്രശ്നം. كأنك تعيش أبدا وأعمل لآخرتك كأنك تموت غدا എന്നൊരു ചൊല്ലുണ്ട്. വല്ലാത്തൊരു നിർദ്ദേശമാണത്.
നീ ഒരു കാര്യം ദുന്യവിയായ ഒരു കാര്യത്തിന്റെ മുമ്പിൽ രണ്ട് ചോയ്സ്, ഒരു ദുന്യവിയായ കാര്യത്തിന് പോകണം, ഒരു ഉഖ്റവിയായ കാര്യത്തിനും പോകണം. രണ്ടിൽ ഏതാണ് നിങ്ങൾ പങ്കെടുക്കേണ്ടത്? വല്ലാത്തൊരു ഒരു മാനസികമായ സംഘർഷം ചിലർക്കുണ്ടാക്കുന്നതാണ്. ഇതൊരു ആഖിറത്തിൽ കൂലി കിട്ടുന്ന അഅ്മാലു സ്വാലിഹ. അതേ സമയത്ത് ഇവിടെ ദുന്യാവ് മാത്രമുള്ള മറ്റു ഞാൻ എങ്ങോട്ട് എന്റെ വണ്ടി തിരിക്കണം? നീ എന്നെന്നും ഇവിടെ ജീവിക്കും എന്ന ഒരു കൺസെപ്റ്റാണ് നിനക്ക് അപ്പം ഉണ്ടാവേണ്ടത്. ദുന്യാവാണെങ്കിൽ നാളെയും ആവാം എന്ന് വെക്കണം. എന്നാൽ ആഖിറത്തിന് വേണ്ടി നീ പണിയെടുക്കണം. നാളെ തന്നെ നീ മരിച്ചു പോകുമെന്ന് നീട്ടിവെച്ചാൽ ആ അവസരം എനിക്ക് നഷ്ടമാകും എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന്. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. മഹാനായ ഒരു പണ്ഡിതൻ നമ്മളെ പഠിപ്പിക്കുന്നു, ഖബറിലുള്ള ആളുകളെക്കാൾ ഖൈറാണ് നീ ഇപ്പോ. എന്തുകൊണ്ട്? അവർ മരിച്ചുപോയി. ആ മരിച്ചുപോയി അവർക്ക് ഇനി അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂലി കിട്ടുന്ന എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ആ മരണപ്പെട്ട് 2024 അവസാനം നിമിഷം നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കണ്ണീരോടെ ഓർക്കേണ്ട എത്ര മരണങ്ങളുണ്ട്, എത്ര മരണങ്ങളുണ്ട്. ഇപ്പോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വല്ലാതെ ഓടുന്ന ഒരു മരണമുണ്ടല്ലോ. 500-500-ലേറെയും ആളുകൾ ഒരു നിക്കാഹിന്റെ ഖുത്ബ കേട്ടുകൊണ്ടിരിക്കെ അതിൽ നിന്നും ഒരാൾ മരണപ്പെട്ടു പോയത് തൊട്ടപ്പുറവും ഇപ്പുറമുള്ള ആൾ അറിഞ്ഞില്ല. അതാണ് ഇന്നത്തെ കാലഘട്ടം. തൊട്ടപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ആളോ ആ ഓടിയിട്ട് ഒരാളും അറിഞ്ഞില്ല അദ്ദേഹത്തിന്റെ റൂഹുമായി മലക്കുൽ മൗത്ത് പോയത്. ഇതല്ലേ ജീവിതം? അങ്ങനെ അള്ളാഹു എടുത്തുകൊണ്ടുപോകുന്ന ജീവിതമാണ് മുമ്പിലുള്ളത്. അതിൽ ആ കൂട്ടത്തിൽ എത്ര ആളുകൾ ആവാം എന്ന് വിചാരിച്ച് സൽക്കർമ്മങ്ങൾ മാറ്റിവെച്ചവരുണ്ടാകും എന്നൊന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ. അങ്ങനെ തന്നെയാവണോ? മറ്റൊന്ന്, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം നമ്മൾ. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരമുണ്ടോ? ഒറ്റ സംഗതി പറഞ്ഞാൽ മനസ്സിലാവും. മദീനത്തെ പള്ളിയിൽ പ്രവാചക തിരുമേനി ഒരു ദിവസം ഇങ്ങനെ ചോദ്യം ചോദിച്ചു, ആരാണ് ഇന്ന് നോമ്പെടുത്തത്, സുന്നത്ത് നോമ്പുള്ളത്? ബാക്കി നിങ്ങൾക്കറിയാലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട്. ഇന്ന് ആരെങ്കിലും ഒരു ജനാസ അനുഗമിച്ചോ? ഞാൻ അനുഗമിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഇന്നൊരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയോ? ഞാൻ നൽകിയിട്ടുണ്ട് പ്രവാചകരെ. നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ചുവോ? ഞാനുണ്ട് പ്രവാചകരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇജ്തമഅന ഫി ഇംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ, ഈ 4 കാര്യങ്ങൾ നിർത്തുക. ഇത് ഒരാളുടെ ജീവിതത്തിൽ ഒരുമിച്ച് വന്നാൽ ഇല്ലാ ദഖലൽ ജന്ന, സ്വർഗ്ഗം ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരം അവസരങ്ങളെ കുറിച്ച് അന്വേഷിക്കണം. സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ നാട്ടിലുണ്ട്. രോഗിയായി കിടക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്, നോമ്പെടുക്കാനുള്ള അവസരങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നമുക്കുണ്ട്. നമ്മുടെ മൂലധനം നമ്മളുടെ സമയമാണ്. ഒരു ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ ആ മൂലധനം ചെറിയ മൂലധനം മുതൽ മുടക്കുള്ള ആളുകൾക്ക് ചെറിയ ലാഭം ലഭിക്കും. വലിയ മുതൽ മുടക്കാണ് അയാൾ ഇറക്കുന്നതെങ്കിൽ വലിയ ലാഭം കൊയ്യും. കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന ആളുകൾ കോടികൾ ഉണ്ടാക്കുന്നു. 1000 കൊണ്ട് കളിക്കുന്നവർ 100-200 ഒക്കെ ലാഭിക്കുന്നു. നമ്മൾ ഏതിന്റെ കൂട്ടത്തിൽ നിൽക്കണം? ആഖിറത്തിന്റെ വിഷയത്തിൽ, ഖൈറാത്തുകളുടെ വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കണം എന്നൊന്ന് പരിശോധിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെയുള്ള അവസ്ഥയിൽ അഷ്ശൈഖ് അലി അത്തൻതാവി പറഞ്ഞ ഒരൊറ്റ വാക്ക്, ഖറഅതു ലി അക്സർ മിൻ 70 സന ഫമാ വജദതു ഹിക്മതൻ മിൻ അജ്മൽ മിൻ. 70 കൊല്ലം ഞാൻ പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചു പഠിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിനേക്കാൾ സുന്ദരമായ ഒരു തത്വം ഞാൻ കണ്ടിട്ടില്ല. ആ തത്വം കേൾക്കണോ നിങ്ങൾക്ക്? മശഖ്ഖത്തു ത്വാഅ തദ്ഹബു ويبقي ثوابها ولذة المعاصي وتذهب ويبقي عقابها. مشقة الطاعة تذهب. അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുമ്പോൾ, അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോഴുള്ള അതിനൊരടങ്ങേറുണ്ടല്ലോ, ഒരു കുറച്ചൊക്കെ ത്യാഗം സഹിക്കണ്ടേ? ആ എടങ്ങേറുകൾ അത് പോവും. പക്ഷേ ആ എടങ്ങേറുകൾ മാറിയതിന് ശേഷം വലിയ കൂലി ഉറപ്പാവും. വലദ്ദത്തുൽ മആസി തദ്ഹബ്. നമ്മൾ ഈ ജീവിതത്തിൽ ഇങ്ങനെ അത് മാറ്റിവെച്ച് സുഖിക്കൂലേ? ആഡംബര ജീവിതം,
ഉല്ലാസകരമായ ജീവിതം, ആസ്വദിക്കുന്ന ജീവിതം അതും പോവും. പക്ഷേ അവശേഷിക്കുന്നത് ആ കളിച്ചതിന്റെ കൂത്താടിയതിന്റെ ശിക്ഷയാവൂലേ? അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നീങ്ങി നിൽക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ, അത് പോയാൽ കിട്ടുന്ന വലിയ കൂലിയെക്കുറിച്ച് ബോധവാന്മാരാവുക. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാ വൽ അഖ്വാത്ത്, ഊസീകും വഇയ്യായ സാനിയും ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു നൽകിയ ആയുസ്, സമയം നന്നായി വിനിയോഗിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കണം എന്ന് വളരെ ഗൗരവത്തോടുകൂടി ഞാൻ വീണ്ടും എന്നെയും നിങ്ങളെയും ഉപദേശിക്കുന്നു. അൽ ഹിമ്മ ത്വരീഖുൻ ഇലൽ ഖിമ്മ എന്നൊരു പുസ്തകമുണ്ട് അറബിയിൽ. നിശ്ചയദാർഢ്യമാണ് വിജയസോപാനത്തിൻ്റെ ഉത്തുംഗതയിലേക്ക് കയറിപ്പോവാനുള്ള വഴിയെന്ന്, അതിൻ്റെ ചവിട്ടുപടികൾ. ആ പുസ്തകത്തിൽ ഒരു മഹാനായ പണ്ഡിതൻ്റെ ഒരു ഉദ്ധരണിയുടെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്: എൻ്റെ ജീവിതത്തിൽ ഒരു മണിക്കൂർ പോലും നഷ്ടപ്പെടുത്തില്ല ഞാൻ. ഉണർന്നിരുന്നിട്ട് എന്നെയും എൻ്റെ സമൂഹത്തെയും കുറിച്ച് ഞാൻ കാണുന്ന നല്ല നല്ല കിനാവുകൾ എൻ്റെ മനസ്സിന് കുളിരേകുന്നു. എൻ്റെ വിശ്രമവേളകളും യാത്രകളും അങ്ങനെ ധന്യമായി തീരുന്നു. നല്ലത് മാത്രം ചിന്തിക്കുകയും ഭാവിയെക്കുറിച്ച് നല്ല കിനാവുകൾ കാണുകയും ചെയ്യുമ്പോൾ വ്യക്തിയുടെ ആത്മബോധം ആകാശത്തിലെ നക്ഷത്രത്തോളം ഉയരുകയാണ് ചെയ്യുന്നത്. നിശ്ചയദാർഢ്യത കാര്യങ്ങളുടെ മുഖവുരയാണ്. ആർക്കതിൽ വിജയിക്കാനും സത്യസന്ധത പുലർത്താനും സാധിച്ചുവോ പിറകെയുള്ളതെല്ലാം നേടാൻ അയാൾക്ക് സാധിക്കും. ഒരു ദൗത്യ നിർവഹണത്തിന് നമ്മുടെ മുമ്പിൽ വേണ്ട വളരെ പ്രധാനപ്പെട്ട സ്വയം സജ്ജമാകുന്ന മുഴുവൻ ആളുകളുടെയും വേണ്ടത് നല്ല തീരുമാനമെടുക്കാനുള്ള കഴിവാണ്. അതാണ് കൂട്ടരെ ഇല്ലാതെ പോകുന്നത്. നല്ല തീരുമാനമെടുക്കാനുള്ള കഴിവാണ് ഉണ്ടാകേണ്ടത്. അവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത്. രണ്ട് കാര്യങ്ങൾ മുമ്പിൽ കാണുന്നു, അതിൽ നിന്ന് ഞാൻ ഏത് സെലക്ട് ചെയ്യണമെന്നെടുത്ത് അതിനെയാണ് നിശ്ചയദാർഢ്യത, അൽ ഹിമ്മ എന്നൊക്കെ പറയുക. ആ നിശ്ചയദാർഢ്യത ഉണ്ടാക്കി വെച്ചാലേ നമുക്ക് നമ്മുടെ സമയത്ത് കൃത്യമായി വിനിയോഗിക്കാനാവൂ. അല്ലാത്തവരിങ്ങനെ അങ്ങനെ കളിച്ചു നടക്കും. ഈ കളിച്ചു നടക്കുന്ന ശീലം അവസാനിപ്പിക്കുക. ഞാൻ തീരെ കളിക്കണ്ട എന്നല്ല ഈ പറയുന്നത്. ജീവിതത്തെ കുട്ടിക്കളിയാക്കി മാറ്റുന്നത് അവസാനിപ്പിക്കുക. ജീവിതത്തിൽ ഗൗരവത്തോടുകൂടി സമീപിക്കുന്ന ആളുകളായി മാറണം. അതിനൊരു നല്ല മനക്കരുത്തുണ്ടാവണം. ആ മനക്കരുത്തിനെ നിങ്ങൾ ഹിമ്മത്ത് എന്ന് വിളിച്ചോളൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എളുപ്പമാവും. വിൽ പവർ ഉള്ള മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകും. അയാൾക്ക് മുസ്ലിം എന്ന ഒരു തിണ്ണബലത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കാനാവും. ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങളാണ് നാട്ടിൽ മുഴുവനുമുള്ളത്. എല്ലാ അനർത്ഥങ്ങളിലും പോയി അവിടെ മെമ്പർഷിപ്പ് എടുക്കാതിരിക്കുക. എല്ലാ അനർത്ഥങ്ങളിലും എന്റെ പങ്കുണ്ട് എന്ന് എന്തിനുറപ്പ് വരുത്തണം? മാറി നിൽക്കേണ്ടിടത്ത് മാറി നിൽക്കാൻ ഹിമ്മത്ത് എന്ന് പറയുന്ന ഗുണമുണ്ടാവുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിശ്ചയദാർഢ്യമുള്ള, നല്ല മനുക്കരുത്തുള്ള, നല്ല വിൽപ്പവറുള്ള, നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ആർജവമുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് കിഡ്നി പേഷ്യൻസിന് വേണ്ടിയുള്ള കലക്ഷനാണ് നടത്തുന്നത്. അതിൻ്റെ ഗൗരവമോർത്ത് നന്നായി സംഭാവന അർപ്പിക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ നൽകിയ സകല അനുഗ്രഹത്തിനും നന്ദി കാണിക്കുന്ന നല്ലവയിൽ നമ്മയും നാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ആയുഷ്കാലത്തെക്കുറിച്ച് നന്നായി ആലോചിക്കുകയും അതിൻ്റെ അവസാനം വരാനുള്ള മരണത്തെക്കുറിച്ച് പേടിയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. നമ്മുടെ മുമ്പിൽ മരിച്ചു വീഴുന്ന ഓരോരുത്തരുടെയും ജീവിതവും അവരുടെ മരണവും ഒരു പാഠമാക്കി മാറ്റുന്ന, അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന നല്ലവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകിയ ആയുസ് ഇത്രയും കാലം വിനിയോഗിച്ചതിൽ വന്ന എല്ലാ പിഴവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മുമ്പിലുള്ള കാലഘട്ടം നന്നായി ഉപയോഗപ്പെടുത്താനുള്ള
തോന്നിച്ചയും തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മാനസികമായി തീറ്റുന്ന ആളുകൾക്ക് അല്ലാഹു സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലെമ്പാടുമുണ്ട്. അവർക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നേരത്തെ മരണപ്പെട്ടു പോയവരെയും നമ്മയും പാപങ്ങളെല്ലാം പുറത്തു തന്ന് അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات